ട്രിനിറ്റി വോയിസ്. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഗുരുവരനാം നീ കരുതുകിൽ പിന്നെ കുറവൊരു ചെറുതോ വരികില്ല പരനേ. ഗുരുവരനാം നീ കരുതുകിൽ പിന്നെ കുറവൊരു ചെറുതോ വരികില്ല പരനേ. അരികളിൽ നടുവിൽ വിരുന്നൊരുക്കും നീ പരിമള തൈലം പകരുമൻ ശിരസിൽ. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നോ തവ കൃപ മതിയാം. നമുക്ക് 5 സെഷനാണുള്ളത്. ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. ഉൽപ്പത്തി ഓർ ജനസിസ്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 21-ാമത് വാക്യം. ജനസിസ് ചാപ്റ്റർ 14 വേഴ്സ് 21. സോദോം രാജാവ് അബ്രാമിനോട്, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. ആൻഡ് ദ കിങ് ഓഫ് സോദോം സെഡ് അൻടു അബ്രാം, ഗിവ് മീ ദ പേഴ്സൺസ് ആൻഡ് ടേക്ക് ദ ഗുഡ്സ് ടു thyself. സെക്കൻഡ് സെഷൻ റിക്വയർമെൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. ജീസസ് കോൾഡ് തോട്ട്ലെസ് വർഷിപ്പ് വെയിൻ റെപ്പറ്റീഷൻ. ഈവൻ ബിബ്ലിക്കൽ ടൈംസ് ക്യാൻ ബിക്കം tired glitches from overuse, and we stop thinking about the meaning. It is so much easier to offer glitches in worship instead of making the effort to honor God with fresh words and ways. This is why I encourage you. I read scripture in different translations and paraphrases. It will expand your expression of worship. Try praising God without using the words praise, hallelujah, thanks or amen. Instead of saying we just want to praise you, make a list of synonyms and use fresh words like and appreciate. ഇനി നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാം. പ്രോവർബ് ഓർ സദൃശവാക്യങ്ങൾ. സദൃശവാക്യങ്ങൾ 13-ാം അധ്യായത്തിൻ്റെ 18-ാമത് വാക്യം. പ്രോവേഴ്സ് ചാപ്റ്റർ 13 വേഴ്സ് 18. പ്രബോധനം ത്യജിക്കുന്നവന് ദാരിദ്ര്യവും ലജ്ജയും വരും, ശാസന കൂട്ടാക്കുന്നവനോ ബഹുമാനം ലഭിക്കും. പോവർട്ടി ആൻഡ് ഷെയിം ഷാൽ ബി ടു ഹിം ദാറ്റ് refuseth instruction, but he that regardeth reproof shall be honored. Fourth session Matthew or Matthew. Matthew chapter 6 verse 3. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 3-ാമത് വാക്യം. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത്. ബട്ട് വെൻ ദോ ഡസ് ആംസ് let not thy left hand know what thy right hand doeth. ഇനി നമുക്ക് എന്നൊന്ന് വായിക്കുന്ന വായനാ ഭാഗത്തേക്ക് പോവാം. അതിൻ്റെ മെയിൻ ഹെഡിങ് എന്ന് പറയുന്നത് മരണം അവസാനമല്ല, അല്ലെങ്കിൽ അതിൻ്റെ സബ് ഹെഡിങ് എന്ന് പറയുന്നത് മരണത്തിൻ്റെ ഭീഷണി. ലൂക്കോസ് 13-31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. അതായത് ലൂക്ക് ചാപ്റ്റർ 13 വേഴ്സ് 31 to 35. ചില പരീശന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് അവനോട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് പോകണം, ഹെരോദാവ് നിന്നെ കൊല്ലാൻ
ആഗ്രഹിക്കുന്നു. യേശു അവരോട് പറഞ്ഞു, ഞാനിവിടെ കുറച്ചു കാലത്തേക്കേ ഉണ്ടാവുകയുള്ളൂവെന്ന് ആ കൊലപാതകയോട് പറയൂ. ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യുന്ന എൻ്റെ പ്രവൃത്തി ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കും. പഴയ പ്രവാചകന്മാരെ പോലെ ഞാനും യെരുശലേമിൽ പ്രവർത്തന മധ്യേ കൊല്ലപ്പെടും. ഓ യെരുശലേമേ, പ്രവാചകരെ കൊല്ലുന്നവളെ, നീ ദൈവത്തിൻ്റെ സന്ദേശം കൊണ്ടുവരുന്നവരെ കല്ലെറിഞ്ഞ് കൊല്ലുന്നു. നിനക്ക് ആശ്വാസം നൽകാൻ ഞാൻ എന്ത് ആഗ്രഹിക്കുന്നുവെന്നോ? ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴെ ചേർക്കുന്നത് പോലെ നിന്നെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു. എന്നാൽ നീ എന്നെ അനുവദിച്ചില്ല. അതുകൊണ്ട് നിന്റെ ദൈവാലയം നശിപ്പിക്കപ്പെടും. ദൈവം അയച്ച രക്ഷകനായി നിങ്ങൾ എന്നെ അംഗീകരിക്കും വരെ നിങ്ങൾ എന്നെ കാണുകയില്ല. ലാസറിൻ്റെ മരണം. അടുത്ത സബ് ഹെഡിങ് ആണ് യോഹന്നാൻ 11:1 മുതൽ 16 വരെ. ജോൺ ചാപ്റ്റർ 11 വേർഡ്സ് 1 to 16. മാർത്തയുടെയും മറിയയുടെയും സഹോദരനായിരുന്ന ബെഥാനിയയിലെ ലാസർ രോഗിയായി. ഉടനെ സഹോദരിമാർ യേശുവിന് ഒരു സന്ദേശം അയച്ചു. ഗുരു, നിന്റെ പ്രിയ സ്നേഹിതൻ രോഗിയായിരിക്കുന്നു. ഇതറിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം പിതാവായ ദൈവവും ദൈവപുത്രനും മഹത്വപ്പെടുവാൻ വേണ്ടിയുള്ളതാണ്. ലാസർ മരണമടയുകയില്ല. യേശു മാർത്തയെയും മറിയയെയും അവരുടെ സഹോദരനായ ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എന്നിട്ടും ലാസർ രോഗിയാണെന്നറിഞ്ഞെങ്കിലും താൻ പാർത്തിടുന്നിടത്ത് തന്നെ 2 ദിവസം കൂടെ പാർത്തു. എന്നിട്ട് അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്കിനി യഹൂദയിലേക്ക് പോകാം. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, കഴിഞ്ഞ ദിവസം അവിടെയുള്ളവർ നിന്നെ കല്ലെറിയാൻ തുടങ്ങിയതല്ലേ? വീണ്ടും അവിടേക്ക് പോവുകയാണോ? യേശു പറഞ്ഞു, പകൽ വെളിച്ചത്തിൽ നടക്കുന്നവൻ തട്ടി വീഴുന്നില്ലല്ലോ, കാരണം അവന് പ്രകാശമുണ്ട്. എന്നാൽ അവൻ രാത്രിയിൽ നടന്നാൽ പ്രകാശമില്ലാത്തതിനാൽ വീഴാനിടയാവും. അവൻ തുടർന്നു, നമ്മുടെ സ്നേഹിതൻ ഉറങ്ങുകയാണ്, ഞാൻ പോയി അവനെ ഉണർത്തും. ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു, അയാൾ ഉറങ്ങുകയാണെങ്കിൽ സുഖം പ്രാപിക്കും. ലാസർ മരിച്ചു എന്നാണ് യേശു അർത്ഥമാക്കിയത്. എന്നാൽ അവൻ ഉറങ്ങുന്നതേ ഉള്ളൂ എന്നാണ് ശിഷ്യന്മാർ മനസ്സിലാക്കിയത്. അതുകൊണ്ട് യേശു അവർക്ക് വ്യക്തമാക്കി, ലാസർ മരിച്ചു. ഞാൻ അവിടെ ഇല്ലാതിരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, കാരണം നിങ്ങൾക്ക് വിശ്വാസമുണ്ടാകുമല്ലോ. നമുക്ക് അവിടേക്ക് പോകാം. അപ്പോൾ തോമസ് മറ്റുള്ളവരോട് പറഞ്ഞു, നമുക്ക് പോകാം, എന്നിട്ട് നമ്മുടെ ഗുരുവിനോടൊത്ത് മരിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളടക്കം നോക്കാം. ഇതിൻ്റെ എല്ലാം ഉള്ളടക്കമല്ലേ കണ്ടൻറ്റ് നോക്കാം. ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി തന്നെ. സോദോം രാജാവ് അബ്രാമിനോട് ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ദ കിങ് ഓഫ് സോദോം said unto Abraham, give me the persons and take goods to thyself. സെക്കൻഡ് സെഷൻ റിക്വയർമെൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിൽ നിന്ന് അതിൻ്റെ ഒരു ചെറിയ പോർഷൻ നമ്മൾ കണ്ടൻ്റായിട്ട് എടുത്തിട്ട് അത് വായിക്കാം. ജീസസ് കോൾഡ് തോട്ട്ലെസ് വർഷിപ്പ് വെയിൻ റെപ്പറ്റീഷൻ. ഈവൻ ബിബ്ലിക്കൽ ടേംസ് ക്യാൻ become tired cliches from overuse and we stop thinking about the meaning. നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാം. പ്രൊവർബ് ഓർ സദൃശവാക്യങ്ങൾ. പ്രബോധനം ത്യജിക്കുന്നവന് ദാരിദ്ര്യവും ലജ്ജയും വരും. ശാസന കൂട്ടാക്കുന്നവനോ ബഹുമാനം ലഭിക്കും. പോവർട്ടി ആൻഡ് ഷെയിം ഷാൽ ബി ടു ഹിം ദാറ്റ് റിഫ്യൂസeth ഇൻസ്ട്രക്ഷൻ, ബട്ട് ഹി ദാറ്റ് റിഗാർഡeth റിപ്രൂഫ് ഷാൽ ബി ഓണേഡ്. ഫോർത്ത് സെഷൻ മാത്യു ഓർമ്മത്തായി. മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 3. നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടങ്കൈ അറിയരുത് എന്നിവിടെ കാണാൻ സാധിക്കുന്നു. ബട്ട് വെൻ ദോ ഡസ് ആംസ് ലെറ്റ് നോട്ട് ദൈ ലെഫ്റ്റ് ഹാൻഡ് നോ വാട്ട് ദൈ റൈറ്റ് ഹാൻഡ് ഡസ്. അപ്പം നമ്മുടെ എല്ലാ സെഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.